ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പോകാൻ വേണ്ടി വന്നിട്ട് ഒരുപാട് പേര് പുറത്ത് പോയിരിക്കുകയാണ്. ഇവിടെയുണ്ട് കുറേ പേര്, കുറച്ച് പേര് കടത്തി വിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തിരിക്കണം. 1:30 കടത്തിയുള്ളൂ എന്ന് പറയണേ. ഇതിവരെ സ്ഥിരം പരിപാടി എന്ന് പറയണേ. അപ്പോൾ ഇതിപ്പോൾ ആദ്യം പറഞ്ഞു 3 മണിക്ക് പോകുന്നു, 12:15 കൊണ്ട ഫ്ലൈറ്റാണ്. പിന്നെ പറഞ്ഞു 3 മണി എന്നുള്ളത്, പിന്നെ പറഞ്ഞു 7 മണിന്ന്, ഇപ്പോൾ പറയുന്നത് 8:15. ഇത് എന്തോരം നേരം കുത്തിരിക്കാൻ പറ്റും ഇവിടെ? ഒരു അക്കോമഡേഷനിലൊന്നുമില്ല. വന്ന് പെട്ടുപോയി. എന്ത് ചെയ്യാനാ? ഇപ്പോൾ കൊച്ചന്മാരും അവിടെ ഇതും എല്ലാവരും ഇവിടെ പെട്ട് കിടക്കുക. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കുറേ പേര് പുറത്തിരിക്കാൻ, അകത്തേക്ക് കടത്തി വിടാണ്ട്. ഇനിയിപ്പോൾ 8:15 പറയണേ. 8:15 ആവുന്നു. അപ്പോൾ 8 മണിക്കൂറായിപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ബസ് യാത്രയ്ക്കും ട്രെയിൻ യാത്രയ്ക്കൊക്കെ നിൽക്കണ പോലെ അല്ല ഫ്ലൈറ്റ് യാത്ര. അത് കുറേയും കൂടിയും ഈ സ്വകാര്യ വിമാന കമ്പനികൾ കുറേയും കൂടിയും യാത്രക്കാർക്ക് അവർ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റിനുള്ള ചാർജ് മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് യാത്രക്കാർ എയർപോർട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ 12:20 പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റിൻ്റെ കൊച്ചി ടു ദുബായ് ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ഇപ്പോൾ അനിയന്ത്രിതമായിട്ട് വൈകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് 12:20 പുറപ്പെടുന്നതാണ് പറഞ്ഞത്. 3 മണിക്കൂർ മുൻപ് അപ്പോൾ യാത്രക്കാരെന്തായിരുന്നാലും എയർപോർട്ടിലെത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ സംഭവിച്ചാൽ കുറേ പേര് അകത്തേക്ക് വിട്ടു, ബോർഡിംഗ് പാസ് കിട്ടിയിട്ടില്ല, കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് പുറത്ത് നിൽക്കണമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ കാസർഗോഡ്, വടക്കൻ ജില്ലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാലക്കുടിയിലുള്ള പരിയാരത്തു നിന്നുള്ള ഡേവിസ് ഏട്ടൻ, അദ്ദേഹം ദുബായിക്ക് പോകുന്നതാണ്. ആളും പെട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആളാണ് എന്നെ വിളിച്ചത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരോട് പറയുന്നത് അത് 3:15 പുറപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞേക്കുന്നത് 8:7 പുറപ്പെടുന്നതാണ്. ഞാനിവരുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 7:20 കൺഫേം ആണെന്നാണ് പറഞ്ഞത്. 7:20 എന്നോട് കൺഫേം ആണെന്ന് പറഞ്ഞാൽ എയർപോർട്ട് അധികൃതർ ഇപ്പോൾ യാത്രക്കാരോട് പറഞ്ഞത് 8 മണി കഴിഞ്ഞിട്ട് പുറപ്പെടുന്നതാണ്. എന്താണ് സംഭവം? ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡല്ലല്ലോ, എയർപോർട്ടല്ലേ ഇത്. ഇതേ സ്പൈസ് ജെറ്റ് തന്നെ ഒരാഴ്ച മുൻപ്, എനിക്ക് തോന്നുന്നു ജൂലൈ 30 ഞാനത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു സംഭവമാണ്. അതായത് വിമാനത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു, ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ യാത്രക്കാരൊക്കെ കയറിയിരുന്നു. യാത്രക്കാർ കയറിയൊരു സംഗതി പുറപ്പെടണല്ലേ. യാത്രക്കാർക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിലൊരാൾക്ക് ദേഹാസ്വാസ്ഥ ഉണ്ടായി. എന്താണ് ഈ വിമാന കമ്പനികൾ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ല, എയർപോർട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കില്ലേ എന്തെങ്കിലും അക്കോമഡേഷൻ, എന്തെങ്കിലും സംഭവങ്ങളോ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ആളുകളൊക്കെ കുഴഞ്ഞു വീഴാനായിട്ട് എന്തോരം സമയം വേണം എൻ്റെ എയർപോർട്ട് അധികൃതരെ. ഇത് നിങ്ങൾ കാശ് തൊട്ട് വാങ്ങിച്ചിട്ടല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യണത്, അല്ലാണ്ട് ധർമ്മസ്ഥാപനമല്ലല്ലോ സ്വകാര്യ വിമാന കമ്പനികൾ. സ്പൈസ് ജെറ്റ് ഇപ്പോൾ രണ്ടാമത്തെ ഒരാഴ്ചക്കിടയിൽ ഈ സംഭവം ഒരാഴ്ച മുന്നേ ഫ്ലൈറ്റിൽ കയറിയിരുന്ന യാത്രക്കാർക്കാണ് വിമാനത്തിൽ കയറിയിരുന്നിട്ട് പുറപ്പെടാൻ പറ്റാണ്ട് വല്ലാത്ത പ്രശ്നം. എന്തോരം സമയം വൈകിട്ടാണെന്നറിയോ? 12 മണിക്കൂറോളം സമയം വൈകിട്ടാണ് പ്രശ്നം ഉണ്ടായത്. ഒരുപാട് ജീവനക്കാരും വരുന്ന യാത്രക്കാരും തമ്മിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യം നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ, വികസനത്തിൻ്റെ പാതയിലല്ലേ. ഇതൊക്കെ എന്താണ് ഈ കാണിക്കുന്നത്? ലോകരാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനമാണ്, 3ാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഒരു എയർപോർട്ട് പോലുള്ള സംവിധാനങ്ങൾ വന്നിരുന്ന യാത്രക്കാർ ഈ ദുരിതം അനുഭവിക്കുമ്പോൾ അതിൽ ഇടപെടാൻ ഒരാളുമില്ല. അക്കോമഡേഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഇതുവരെയായിട്ട് ഒരു സംഭവമില്ല. ഇപ്പോൾ ഈ 9 മണിക്ക് വന്ന യാത്രക്കാർ ഇപ്പോൾ 8:15 പോകണമെന്ന് നോക്കി. അപ്പോൾ സമയം എത്രയുണ്ട്? ഏകദേശം 10-12 മണിക്കൂറോളം ആയിപ്പോൾ. അങ്ങനെ 8 മണിക്ക് പുറപ്പെടണമെങ്കിൽ 8 മണിക്ക് പുറപ്പെടുമെന്ന് തന്നെ അറിയില്ല. അല്ല, ഒരാഴ്ച മുന്നുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ, തെക്കൻ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നമ്മുടെ ചാലക്കുടിക്കാരൻ ഡേവിസ് ഏട്ടൻ ഉൾപ്പെടെ, പരിയാരത്തുള്ള ഡേവിസ് ഏട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എയർപോർട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അവരത് കണ്ടിരുന്നാണല്ലേ. അല്ലെങ്കിൽ വല്ല ചിൽഡ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇവർക്ക് സന്തോഷിപ്പിക്കാനാണെങ്കിൽ അതുമില്ല, ഒന്നുമില്ല. ഒരു അക്കോമഡേഷനിലും ഒന്നുമില്ല, അവിടെ ഇരിക്കാം. ഇതാണ് എയർപോർട്ട്. സ്പൈസ് ജെറ്റ്, നല്ല പേരാണത്, സ്പൈസ് ജെറ്റ്. സംഭവം കളിക്കുന്നുണ്ട്. വിഷയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥിരം പറഞ്ഞമാതിരി വിഷയത്തിൽ ഇടപെടണം. ഇടപെടണം എന്ന് പറയാനായിട്ട് ആരോട് പറയും? ഈ സ്വകാര്യ വിമാന കമ്പനികൾ, ഈ ഫ്ലൈറ്റ് ഏജൻസീസ് ചെയ്യണ പരിപാടിയാണ് ഈ സംഗതി കാണുന്നത്. ഈ അഭ്യാസ പ്രകടനങ്ങൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് ഇടപെടാൻ പറ്റുമോ? പറ്റില്ല. സുരേഷ് ഗോപി സാർ ഇടപെടട്ടെ, അതുമാത്രമാണ് പറയാനുള്ളത്. എന്തായാലും യാത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. 8 മണിക്കോ 8:15 അപ്പോഴെങ്കിലും ഇത് പുറപ്പെടട്ടെ. പറഞ്ഞ സംഗതി പുറപ്പെടട്ടെ. 3 മണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും മാറ്റി 8 മണിക്ക്. എന്നോട് പറഞ്ഞ 7:20 കൺഫേം ആണെന്നാണ് പറഞ്ഞത്.